നമ്മളൊക്കെ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും വാങ്ങാതെ നാളേക്കായി മാത്രം ജീവിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. പക്ഷെ കുക്കിംഗ് മാത്രമല്ല, എൻ്റെ മനസ്സിലെ ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാന്ന് ഓർത്ത്. പണ്ട് വളരെ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ തോന്നിയാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും എന്നറിയാമോ? ആദ്യം ഇവിടുത്തെ ഒമാനി റിയാല് ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ തന്നെ തോന്നും, അയ്യോ ഇത് വളരെ എക്സ്പെൻസ് ആണല്ലോ, വേണ്ട എന്ന്. എപ്പോഴും ആ സമയത്ത് ഒരേ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലി എങ്ങനെയും സെക്യൂർ ആക്കണം, ഇന്ത്യയിൽ ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം. ഏതൊരു പ്രവാസിയും പോലെ എൻ്റെ ആഗ്രഹങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ പലതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഷോപ്പിൽ കയറുമ്പോൾ ഒരു കമ്മൽ വാങ്ങിക്കുന്ന കാര്യത്തിലോ, ഒരു ക്രീം വാങ്ങിക്കുന്ന കാര്യത്തിലോ, ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യത്തിലോ, ഏത് സാധനം എടുത്താലും ഞാൻ ആദ്യം കൺവേർട്ട് ചെയ്ത് നോക്കും ഇന്ത്യൻ മണിയായിട്ട്. ഒരു റിയാൽ 250 അല്ലെ 240 അല്ലെ 230 എത്രയാണോ അന്നത്തെ മണി വാല്യൂ, അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്ത് നോക്കും. ഒരുപാട് പൈസയായി, ഇത് വാങ്ങിക്കണ്ട, നമുക്ക് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാം എന്നും പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് വന്നാൽ മാത്രം യൂസ് ചെയ്യും. നമ്മൾ പഴയത് തന്നെ ഉപയോഗിക്കും. പ്ലേറ്റ്സ് പോലും സെയിം. ഇത് ഗസ്റ്റിന് വെക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത് നമ്മളിൽ പലർക്കും കോമൺ അല്ലേ? പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. ഇന്നാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ഉപയോഗിക്കുന്നു. പുതിയ തിങ്സ് വന്നാൽ വെയിറ്റ് ചെയ്യാതെ ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് സന്തോഷം കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് മന്തി കഴിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ ഒന്നെങ്കിൽ വെളിയിൽ പോയി മന്തി കഴിക്കും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കും. ഒരാഗ്രഹങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒരാഗ്രഹങ്ങളും ഞാൻ നാളത്തേന് വേണ്ടി മാറ്റി വെക്കാറില്ല. എൻ്റെയും മക്കളുടെയും ഫാമിലിയുടെ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ സന്തോഷം തന്നെ ഏറ്റവും വലിയ സേവിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വ്ലോഗിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മന്തി ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കിയ മന്തി. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് മന്തി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, സെക്കൻഡാണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്ത് പാച്ചാളി ആയതെന്നും പറഞ്ഞ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ മന്തി റൈസ് വെച്ചപ്പോഴേ ഈ സെപ്പറേറ്റ് വേവിച്ച് വെച്ച മന്തി റൈസും കുക്കറിൽ ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിച്ച മന്തി റൈസും തമ്മിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് തോന്നിയത് സെപ്പറേറ്റ് ആയിട്ട് റൈസ് വേവിച്ചിട്ട് പിന്നെ കുക്കറിലോട്ടിട്ട് ഒന്നും കൂടെ ഒരു വിസിലടിപ്പിക്കുന്നതായിട്ടാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പേഴ്സണലി ഞാനിപ്പം 3 തവണ മന്തി വെച്ചിട്ടുണ്ട്. ഒരു തവണ ആദ്യത്തെ തവണയാണ് നല്ലതായിരുന്നു, രണ്ടാമത്തെ തവണ അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. അത് വീഡിയോ ആണ് നിങ്ങൾ ഓൾറെഡി കണ്ടത്. മൂന്നാമത്തെ തവണ സൂപ്പറായിരുന്നു. കാരണം തെറ്റുകളിൽ കൂടിയാണല്ലോ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നത്. എങ്ങനെ അങ്ങനെ അത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മമ്മ ചിക്കൻ കഴിക്കില്ല, ചിക്കൻ ഇടുന്ന മുട്ട മാത്രമേ അമ്മമ്മ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് മന്തി വെക്കുമ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മന്തി റൈസ് അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് മേളിൽ നിന്ന് ആദ്യം എടുക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് ചിക്കൻ തൊടാതെ റൈസ് അങ്ങ് കൊടുക്കും. എന്നിട്ട് അമ്മമ്മേനെ ഞങ്ങൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യും, അമ്മമ്മ ഇത് ചിക്കൻ മുട്ടിയിട്ടില്ല, അത് ചിക്കൻ തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മന്തി റൈസ് വെക്കുമ്പോൾ അമ്മമ്മേനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ എന്ത് പരിപാടി ചെയ്താലും എൻ്റെ മക്കൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് ഓരോ ദിവസം പുതിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ക്രൈസാണ്. എനിക്ക് പണ്ടേ ഇങ്ങനെ ചെറിയ രീതിയിൽ കുക്കിംഗ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒക്കെയാണ് എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഞാൻ കിച്ചണിൽ കയറി ചെയ്യാറില്ല. അമ്മമ്മയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഞാൻ വല്ലപ്പോഴും ഇതുപോലത്തെ സൈഡ് ബിസിനസ്സിനൊക്കെ മാത്രമേ കിച്ചണിൽ കയറാറുള്ളൂ. ഇത് ഞാൻ പല തവണകളായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാനൊന്ന് കിച്ചണിൽ കയറിയേക്കും, അത്രയൊക്കെ തന്നെ. അതായത് രമണ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ജീവിതത്തിൽ വന്ന ഓരോരോ മാറ്റങ്ങളാണേ ഇതൊക്കെ. എന്താല്ലേ, ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ് നീങ്ങുമല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് മുഴുവനും ഫ്യൂച്ചറിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇന്ന് ഒന്ന് സന്തോഷമായി ജീവിക്കാം. നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.